ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൺ. ഇന്നൊരു ചാട്ട് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പപ്പടി ചാട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടി ആദ്യമായി വേണ്ടത് പപ്പടിയാണ്. ഇതാണ് പപ്പടി. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് മൈദ, 1 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് ഗീ, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ശേഷം ഉപ്പും ജീരകവും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഗീ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം ചെറിയ ഉരുളകളാക്കി വെക്കുന്നുണ്ട്, ശേഷം പരത്തിയെടുക്കാം. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. പരത്തിയ ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കാം. ഇത് പൊങ്ങി വരാൻ പാടില്ല. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സേവ് റെഡിയാക്കാം. സേവ് റെഡിയാക്കാൻ വേണ്ടി 2 കപ്പ് കടലമാവ്, 3 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള വെള്ളം, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഒരു ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ശേഷം ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം.
ഇത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സേവ മേക്കർ എടുത്ത് അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നേരത്തെ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് സേവ റെഡിയാക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വേഗം എണ്ണയിൽ നിന്ന് കോരി മാറ്റണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ സേവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. തൈര് 500 ml, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് 2 എണ്ണം, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, ചാറ്റ് മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നീട് ഇതിന് വേണ്ടത് ഇമലി ചട്നിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് കുരുകളഞ്ഞ 5 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത പുളിയുടെ പൾപ്പാണ്. പിന്നെ ഈത്തപ്പഴം കുരുകളഞ്ഞത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ഞാനിവിടെ 10 എണ്ണം എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ 4 ടേബിൾ സ്പൂൺ, സിർക്ക 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ഇനി ഒരു പാനിലേക്ക് പുളിയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ സോക്ക് ചെയ്ത ഈത്തപ്പഴം 1/2 കപ്പ് വെള്ളത്തിലാണ് സോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ പൗഡറും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും ഉപ്പും ജീരകപ്പൊടിയും കോൺഫ്ലവറും സിർക്കയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി തിളച്ച് ഈത്തപ്പഴം നന്നായി ഉടഞ്ഞു വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇത് ആറാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇമലിയുടെ ചട്നി റെഡിയായിട്ടുണ്ട്.
അടുത്തതായി നമുക്ക് ഗ്രീൻ ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പുളിയുടെ പൾപ്പ്, ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, മല്ലിയില 1 പിടി, പുതിനയില 1 പിടി, പച്ചമുളക് 3 എണ്ണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സവാള ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പപ്പടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുതിന ചട്നി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലായി ഇമലി ചട്നി ഇട്ട് കൊടുക്കാം. ശേഷം ഇതിന് മുകളിലായി വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചിട്ട് കൊടുക്കുന്നതാവും നല്ലത്. ഞാനിങ്ങനെ പീസാക്കിയിട്ടാണ് ഇട്ടത്. പിന്നെയാണ് ചിന്തിച്ചത് പൊട്ടിച്ചിട്ടാൽ മതിയായിരുന്നു എന്ന്. പിന്നെ ചോപ്പ് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. ശേഷം ഇതിന് മുകളിലായി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിന് മുകളിലായി മുളക് പൊടിയും ചാറ്റ് മസാലയും ഇട്ട് കൊടുക്കാം. ശേഷം എടുത്തു വെച്ച തൈരിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തൈരിൻ്റെ കൂട്ട് ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ ആക്കി വെച്ച സേവ് ഇട്ട് കൊടുക്കാം.
ഇതിന് മുകളിലായി കുറച്ച് സവാളയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പപ്പടി ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പാനിപൂരി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി തിന്നുന്നതാവും നല്ലത്. പുറത്തു പോയി തിന്നാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഉണ്ടാക്കി നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.